ഹലോ ഗായ്സ്, അബുദാബി മലയാളികൾക്കൊക്കെ ഇന്നലെ പൂരമായിരുന്നു. വെറും പൂരമല്ല, പൊട്ടിപ്പൂരം. എന്താ കാര്യം ഞാൻ ഇനി പ്രത്യേകം പറയണോ? 4 മണിക്കുള്ള തിരക്കാണ് ഇപ്പൊ കണ്ടത്. 7 മണിക്ക് സംഭവിക്കാൻ പോകുന്ന മഹാ അത്ഭുതത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അബുദാബിക്കാരെല്ലാം. അബുദാബി മുഴുവനും മലയാളികളാണോ എന്ന് സംശയിച്ചു പോകും ഈ തിരക്ക് കണ്ടാൽ. അങ്ങനെ നമ്മുടെ മിഥുനങ്ക് എത്തിയേ, നമ്മ മലയാളികളുടെ മിഞ്ചേട്ടൻ. ഞാനെവിടെയാ നിൽക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ ഗായ്സ്? ഏറ്റവും ഫ്രണ്ടില് ഏറ്റവും നടക്ക്. അങ്ങനെ ഓരോ കലാപരിപാടിയായിട്ട് വന്നു തുടങ്ങി. അവസാനം മിഥുനങ്കിനെ കൊണ്ട് ഒരു ചെണ്ട ഒട്ടിച്ചു ഗായ്സ്. കുറച്ച് റൊമാൻറ്റിഫിക്കേഷൻ മൊമെന്റ്സ് കാണിച്ചു തരട്ടെ ഗായ്സ്. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. എന്നെ കാണുമ്പോൾ ഇത്ര ആവേശം. ഐ ലവ് യു. ഞാൻ അത്രയ്ക്ക് ഇത്രയും സുന്ദരനായ സൽസ്വഭാവിയായ ചക്കരക്കുട്ടനായ ഈ ഉണ്ണികൃഷ്ണനെ ഗാന്ധിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയുന്നില്ല. ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വയ്ക്കുന്നോന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്ക്? ഏതോ നാട്ടിപ്പോയി 4 പുത്തനുണ്ടാക്കിയ നഗലിപ്പ് മംഗലശ്ശേരി നീലാണ്ടനോട് കാണിക്കാം. രാജകുമാരൻ, രാജാവിന്റെ മകൻ. ഇത് ആ കളവിയല്ല, പിന്നെ ആരും നിന്റെ അമ്മൂമ്മ. ഇത് മറ്റൊരു കളവി. നിനക്ക് പറ്റൂലി കളഞ്ഞിട്ട് പോളെ. കുറെ സമയത്ത് കളിയാക്കണം. നല്ല ലക്ഷത്താങ്കളുടെ കൂട് കൂട്ടിയാലും പിന്നെ ഞാൻ താഴെ. അങ്ങനെ എത്തി ഗായ്സ് നമ്മുടെ രാജാവ്, നമ്മുടെ ഒരേ ഒരു രാജാവ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ ആരവം? ലാഗേട്ടിന് വേണ്ടിയല്ലാതെ വേറെ ആർക്ക് വേണ്ടിയാ മലയാളികൾ ഇങ്ങനെ വെള്ളം ഉണ്ടാക്കാം? നിങ്ങൾ ഈ രോമാഞ്ചം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതാണ് ഗായ്സ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ആ ആവേശം കാണുമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കിക്കേ. എന്തൊരു മനുഷ്യനാ, ഒടുക്കത്തെ ഗ്ലാമർ. എന്നെ നിങ്ങൾ ആ സവാരി ഗിരിഗിരി ഒന്ന് നോക്കിക്കേ. ഷോറൂം തുറക്കാൻ കഴിഞ്ഞത് ഭാഗ്യകരമായ കാര്യമായി കരുതുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പൊന്നോ, എന്താ വോയിസ്. നല്ലൊരു സായനം നേരുന്നു. നന്ദി, നമസ്കാരം. ഗവൺമെന്റ് ലാലേട്ടനോടുള്ള ആദര സൂചകമായി ഇറക്കിയ വീഡിയോ ആണ്. 2009 में टेरिटोरियल आर्मी द्वारा आपको ऑनररी लेफ्टिनेंट कर्नल का पद भी दिया गया. 2001 में पद्मश्री और 2019 में आपको पद्म भूषण सम्मान भारत सरकार की ओर से दिया गया. It's a moment of deep gratitude. This award is not just a recognition of my work, but also a reminder of the love and trust of my audience. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ മലയാളികൾ ആരെങ്കിലും കോരിത്തരിക്കാതെ ഇരിക്കോ ഗായ്സ്? നമ്മുടെ ലാലേട്ടനെ പൊന്നാട അണിക്കുന്നത് കണ്ടോ? Thank you very much.
നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ലാലട്ട, താങ്ക് യു. താങ്ക് യു ലാലട്ട, താങ്ക് യു അബുദാബി. എനിക്ക് നമുക്ക് മുന്നോട്ട് പോവാം, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോവാം. ലാസ്റ്റ് നമ്മൾ മിഥുനങ്ങളുടെ കൂടെ ഒരു സെൽഫി ഒപ്പിച്ചിട്ടുണ്ട് കണ്ടു ഗായ്സ്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പത്ത്? സൂപ്പർ. ഫ്രണ്ടിൽ നിന്ന് കണ്ടോ പത്ത്? വന്നതുപോലെ അല്ലല്ലോ പത്ത് പോവാ സമയത്ത്. സന്തോഷമായോ? ഇവിടെ ഇത്രയും തിരക്കിൽ എന്തിനാ വന്നത്? എന്നിട്ട് കണ്ടോ? എവിടെ നിന്ന് കണ്ടു? ഇനി ഒരു ട്വിസ്റ്റ് പറയട്ടെ ഗായ്സ്. ആക്ച്വലി നമ്മൾ രാഘേട്ടൻ വരുന്നതിന് തകേന്ന് തൊട്ടേന്ന് ആ ഏരിയ കിടന്ന് കറക്കുമായിരുന്നു, എങ്ങനെയെങ്കിലും രാഘേട്ടനെ ഒന്ന് കാണാൻ. അതാ പറയുന്നേ, നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വല്ലാണ്ടങ്ങ് ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവനും നമ്മളെ കൂടെ നിൽക്കുന്നു. ആരാ? ആഹാ